വിഷു ശരിക്കും വളരെ പവിത്രമായ ഒരു നമ്മൾ വീട്ടിൽ ഒരാഴ്ചയ്ക്ക് മുമ്പൊക്കെ വ്രതമൊക്കെ ആയിരിക്കും വീട്ടിൽ. എൻ്റെ ഒരു അനുഭവം അങ്ങനെ. അമ്മൂമ്മയുടെയൊക്കെ ഒരു ശിക്ഷണം എന്ന് പറഞ്ഞാൽ 2 ദിവസം മുമ്പ് വിഷു വരാറായി ഉടനെ പരിസരം വൃത്തിയാക്കുക, പുല്ലൊക്കെ ചെത്തിപ്പറിക്കുക, നടയിലൊക്കെ കളമുണ്ടെങ്കിൽ ചാണകമൊക്കെ മെഴുകി വൃത്തിയാക്കുക. പിന്നെ ഒരു പുതിയ എന്തൊക്കെയാണ് പഴയതൊക്കെ ഒഴിവാക്കി. അപ്പോൾ അന്ന് കൈനീട്ടം, മുതിർന്നവരെന്ന് കൈനീട്ടം വാങ്ങണം. അന്ന് തയ്യാറായിട്ട്, അപ്പോൾ കുട്ടിയായിരിക്കും നമുക്കറിയാം, മുതിർന്നവരെന്നൊക്കെ കൈനീട്ടം കിട്ടും. അങ്ങനെ ചെന്ന് നിൽക്കും. അപ്പോൾ അത് ഒരു പുതിയ തുടക്കം, നമ്മൾ എന്തോ ഒരു പുതിയൊരു ജീവിതം തുടങ്ങുന്ന പോലെയാണ് ഓരോ വിഷുവും നമുക്ക് വന്നു ചേരുന്നത്. പുതിയ വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക, അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഓണം പോലെ തന്നെ വേറൊരു നിറമാണ് വിഷുവിന്. അത് ഇപ്പോഴും എൻ്റെയൊക്കെ മനസ്സിൽ അങ്ങനെ തന്നെ നിൽക്കുന്നു. അത് പിന്നെ എത്രത്തോളം വ്യാപകമായി കുറച്ചുകൂടെ ആഡംബരം കൂടുന്നെങ്കിലും അതിൻ്റെ അടിസ്ഥാനപരമായ ഒരു മൂല്യച്ചോർച്ച വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എവിടെയൊക്കെ അതുണ്ടെന്നും പറയാം. എങ്കിലും മനസ്സിൽ നമ്മൾ വളരെ സത്യസന്ധമായിട്ട് വിഷുവിനെ എങ്ങനെയാണ് അതിൻ്റെ ആശയവും അതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചപ്പാടും അത് എത്ര പവിത്രതയോടെ നമ്മൾ സൂക്ഷിക്കുന്നു, അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാക്കി വരുന്ന പുതിയ നമ്മുടെ അഭിവൃദ്ധിക്ക് വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് വളരെ എല്ലാവരുടെയും നല്ല വിഷു, നല്ലൊരു നാളേക്ക് വേണ്ടിയുള്ള പുതിയ കാഴ്ച. എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ വിഷു ആശംസകൾ.